ഇന്നത്തെ മേക്കപ്പ് ലുക്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് നാച്ചുറൽ ലൈറ്റിൽ, അതായത് നാച്ചുറൽ സൺലൈറ്റിൽ ഷൂട്ട് ചെയ്താണ് സന്ധ്യാസമയത്ത്. ഉണ്ട് അതിൻ്റേതായ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ളതിൻ്റെ. പിന്നെ ഇന്ന് യൂസ് ചെയ്ത എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും ഒരു ബ്രൗൺ ടോണുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതേമാതിരി ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ ഫൗണ്ടേഷൻ ഇല്ല, കോമ്പാക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി മുഖം മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ണിൽ നിന്ന് തുടങ്ങുകയാണ്. ഈ ഒരു ഷെയ്ഡ് എടുക്കുകയാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു പാലറ്റാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ ഒരു ബ്രൗൺ കലർന്ന ഒരു ബ്രൗണും മെറൂണും ഒക്കെ കലർന്ന ഒരു ചെറിയൊരു ഷിമ്മർ ഷെയ്ഡുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അത് ഞാൻ കണ്ണിൽ ഐലിഡിൽ മൊത്തം അപ്ലൈ ചെയ്യുകയാണ്. അല്ലാതെ ഇനി വേറെ ട്രാൻസിഷൻ ഷെയ്ഡൊന്നും എടുക്കുന്നില്ല, വേറെ ബ്രൗൺ ഷെയ്ഡോ ഒന്നും എടുക്കുന്നില്ല. ഈ ഒരൊറ്റ കളറ് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളറ്. അപ്പോൾ കൺപോളിയിൽ മൊത്തമായിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൺപോളിയിൽ മാത്രമല്ല, കണ്ണിൻ്റെ താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാട്ടർ ലൈനിലല്ല, വാട്ടർ ലൈനിന് തൊട്ട് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പുറത്തൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ എവിടെയും കടയ്ക്ക് പോകുമ്പോഴും ചെറിയൊരു പാർട്ടിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഞാൻ കുറച്ച് നീട്ടിയിട്ടാണ് ഒരു ഐ ഷാഡോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിലേക്ക് കേട്ടോ. ഇനി ഞാനൊരു കാജൽ എടുക്കുകയാണ്. ഇത് ലോറിയലിൻ്റെ കാജലാണ്. ഈ ഒരു കാജൽ എടുത്തിട്ട് ഞാൻ മേലെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ജസ്റ്റ് റഫായിട്ട് നമ്മൾ സാധാരണ മേലെ കണ്ണെഴുതില്ലേ, അതേമാതിരി ഒന്ന് എഴുതി കൊടുക്കുകയാണ്. കുറച്ച് നീട്ടിയിട്ട് ഞാൻ വാലിട്ട് എഴുതുകയാണ് കേട്ടോ. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് റഫായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കണ്ണ് നല്ല തുറന്ന പോലെ ഇരിക്കും. നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ അടിയിലൊന്നും കണ്ണെഴുതുന്നില്ല, വാട്ടർ ലൈനിലും എഴുതുന്നില്ല, അടിയിലും കണ്ണെഴുതുന്നില്ല, മേലെ മാത്രമേ നമ്മളൊന്ന് എഴുതുന്നുള്ളൂ. ചെറിയ കണ്ണുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ കണ്ടോ, ബ്രഷ് വെച്ചിട്ടാണ് ഞാനൊന്ന് നീട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്യണം. മേലത്തെ ഭാഗം മേലെ മാത്രം ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതേ കാജൽ വെച്ചിട്ട് കണ്ടോ, രണ്ടിൻ്റെയും വ്യത്യാസം, രണ്ട് കണ്ണിൻ്റെയും. അപ്പോൾ ഇതേ കണ്ണും ഞാൻ ഇതേപോലെ ചെയ്യാൻ പോവുകയാണ്. മറ്റേ കണ്ണും ഇതേപോലെ ചെയ്യാൻ പോവാണ്. രണ്ട് കണ്ണും എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് എസൻസിൻ്റെ ഒരു മസ്കാരയാണ്. നല്ല മസ്കാര, പക്ഷെ വാട്ടർ പ്രൂഫ് അല്ല. ഇതിട്ടിട്ട് പുറത്തു പോകുന്ന സമയത്ത് എനിക്ക് കണ്ണ് പെട്ടെന്ന് വേർക്കും. അപ്പോൾ മസ്കാര വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ എനിക്ക് താഴെ പാണ്ടായിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് പുറത്തൊന്നും പോകാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മസ്കാര യൂസ് ചെയ്തു. പക്ഷേ സൂപ്പർ മസ്കാര കേട്ടോ. നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് വേണ്ട, അല്ലാതെയുള്ള സാധാരണ മസ്കാരയാണ് വേണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. മസ്കാര രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്, താഴെയും മേലെയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പുരികം എഴുതാൻ പോവുകയാണ്. എൽഫിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ഫ്ലാറ്റിൽ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ബഹളമാണ്. നിങ്ങളെല്ലാ വീഡിയോയിലും കേൾക്കുന്നുണ്ടാവും, കുക്കിംഗ് വീഡിയോയിലും മേക്കപ്പ് വീഡിയോയിലും ഒക്കെ കേൾക്കുന്നുണ്ട്. രാത്രി മാത്രമേ ശബ്ദമില്ലാത്തുള്ളൂ. രാവിലെ 7 മണി തൊട്ട് ശബ്ദം തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പുരികം ഫില്ല് ചെയ്തു. ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഐബ്രോ ജെല്ലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഞാൻ ഈ ഒരു എൽഫിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിലിനെ പറ്റിയിട്ടുള്ള റിവ്യൂ, എൽഫിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് മേക്കപ്പ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് മേക്കപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ ഐബ്രോ ജെല്ലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കൺസീലർ എടുക്കുകയാണ്. ഇത് മെബിലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലറാണ്. വൺ ഓഫ് ദ അഫോർഡബിൾ ഡ്രഗ് സ്റ്റോർ കൺസീലറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ണിൻ്റെ താഴെ മൂക്കിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരു റെഡ്നെസ് ഉണ്ട്. ആ മുഖം ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട്, എൻ്റെ ഫുഡിൻ്റെ ആണെന്ന് തോന്നുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാടുകളൊക്കെ ഇങ്ങനെ പോയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് അവിടേക്ക് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇന്ന് ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ നനച്ച് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്.
കാരണം ഇന്ന് ഇത് പൗഡറൊന്നും ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നി ബ്യൂട്ടി ബ്ലെൻഡർ ആയിരിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ആവുക എന്നുള്ളത്. ചുണ്ടിൻ്റെ 2 സൈഡ് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. കണ്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സൂര്യൻ്റെ വെളിച്ചം മാറുന്നുണ്ടോ? സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു ബ്രൗൺസർ എടുത്തിട്ട് ഒന്ന് ബ്രൗൺസ് ചെയ്യണം. ജസ്റ്റ് കുറച്ച് മേലേക്ക് കയറ്റി നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതിൻ്റെയും ബ്രൗൺസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വേറെ ബ്ലഷൊന്നും ഞാൻ ഇന്നത്തെ മേക്കപ്പ് ലുക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ ജസ്റ്റ് മുഖം വേറെ ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ജോസിൽ, ചിന്നിൽ, നെറ്റിയിൽ, മൂക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നർ കോർണേഴ്സ്, കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാലറ്റിൽ തന്നെ ഏറ്റവും നല്ലൊരു ഗ്ലിറ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഷിമ്മർ എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ ചെറിയ വിരലുകൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കണ്ണ് പെട്ടെന്ന് തന്നെ തുറന്ന പോലെ ഇടായില്ലേ? അപ്പോൾ അതും അപ്ലൈ ചെയ്തു. ഇനി ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫെക്സ് എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റഡ് പാലറ്റാണ്. എനിക്കിത് തുറന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് കുറച്ച് വർഷങ്ങളായി വീണ് പൊട്ടി മൊത്തം ഷാറ്റേർഡാണ്. അതിലൊരു ബ്രൗൺ ഹൈലൈറ്റർ ഉണ്ട്, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. കവിളിലും പുരികത്തിൻ്റെ താഴെ, മൂക്കിൽ, ചുണ്ടിൻ്റെ മേലെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. മുഖം എല്ലാവിടെയും ഒന്ന് ഹൈലൈറ്റ് ആയിട്ടിരിക്കും. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ന്യൂഡ് പെൻസിലാണ്, ലിപ്പ് ലൈനറാണ്. ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂവും ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് കൊടുക്കാം, കണ്ടോളൂ. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചുണ്ടൊന്ന് ലൈൻ ചെയ്തു. ഇനി ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് നൈക്കയുടെ 12M എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഐ ഷാഡോ ആയിട്ട് സെയിം ഏകദേശം അതേ കളറിൽ വരുന്നൊരു ഷെയ്ഡാണ്. ബ്രൗണും ഒരു മെറൂണും കലർന്ന ഒരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു കളറ്. ഇതാണ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. കണ്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഇതിട്ടിട്ട് പാർട്ടിക്ക്, നൈറ്റ് പാർട്ടിക്കും രാവിലേക്കും ഒക്കെ ചെയ്യാൻ പറ്റും. എവിടെയും പുറത്ത് പോകാനും മോളിൽ പോകാനും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.